ഹലോ ഗൈസ്, ഇന്നൊരു ചക്കയല്ലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വാഴയില പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ വാഴയിലൊക്കെ പറിച്ച് ഇനി വീഡിയോയിലോട്ട് പോകാം. ചക്കയല്ലപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് ചക്ക അത് നമ്മളൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു അരക്കപ്പ് ശർക്കര, എത്ര ചക്ക എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം. ശർക്കരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ കൂട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു 10 മിനിറ്റ് വഴറ്റിയാൽ മതിയായിരിക്കും. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. നമ്മുടെ വാഴയില നല്ല ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കഴുകി വെച്ചേക്കുക. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് പരത്തി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോവും. നല്ലപോലെ പരത്തി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് നമ്മുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തേച്ച് ഫുൾ സൈഡിലും തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു ഇഡ്ഡലിപ്പാത്രം എടുത്ത് എല്ലാം അതിനകത്ത് വെച്ച് ഒന്ന് ചൂടാക്കി വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് വെന്ത് വരും. വേവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴയിലയിൽ നിന്ന് വിട്ട് വരും. ആ പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന്. വാഴയിലയിൽ നിന്ന് വിട്ട് വന്നില്ലെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കയിലപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.